ആദിലയും നൂറിയും വന്ന ആദ്യത്തെ ദിവസം ഞാനും ആദിലയും നൂറിയും പിന്നെ പൊന്നൂസും കൂടി ഉമ്മയും ഒരക്കിപ്പോൾ വന്നിട്ടില്ല. പൊന്നൂസും കൂടി വന്ന് ആദ്യം നേരെ പോയത് നമ്മൾ ബീച്ചിലൊക്കെ ഒന്ന് പോയി ഉപ്പിലിട്ട മാങ്ങയെല്ലാം കഴിച്ചു. പിറ്റേത്തെ ദിവസമാണ് ഇത് നമ്മൾ മൊത്തം എല്ലാവരും കൂടി പോയി കടക്ക നിറച്ചതും അങ്ങനെ കഴിച്ചു. പിന്നെ നൂറ ശരിക്കും പറയണല്ലോ, ചെറിയ കുട്ടി എന്ത് വേഷം കിട്ടാനും എന്ത് ഇതാക്കി കൊടുക്കാനും കുട്ടികളെ മാതിരി കൈവച്ച് കൊടുക്കാനൊക്കെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കിടന്നിട്ട് പൊന്നൂസിന് നെയിലാട്ട് ചെയ്യാനും വേണ്ടിയിട്ട് കൈ വെച്ച് കൊടുക്കുന്ന നൂറനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ടില്ലേ? ഒരു വിരലിൽ കുറേ കല്ല് വെച്ച് വെച്ചിട്ടുമുണ്ട്. മറ്റേ വിരലിൽ നിങ്ങൾ വിചാരിക്കും അതെന്തോ ഇതാണെന്ന്, പക്ഷെ അത് ക്ലേ ആണ്. എന്ത് ക്ലേ ആണ് പൊന്നൂസേ? യെസ്, എയർ ഡ്രൈ ക്ലേ ആണ്. അത് രണ്ട് കൈ എന്നിട്ടൊരു കളർ വെച്ചിട്ട് അത് റെഡി ആയില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റിയതാണ്. പിന്നെ നമ്മൾ നേരെ ബീച്ചിൽ പോയി. അതിലെൻ്റെ ധൈര്യത്തിൽ ഞാൻ എത്രയോ വർഷത്തിന് ശേഷം തോണിയിൽ കയറിയതാണ് കേട്ടോ. ഈ പേടിച്ച് കളിക്കുന്ന എന്നാണ് നിങ്ങൾ കാണുന്നത്. അതിൽ നല്ല ധൈര്യത്തിലിരിക്കുന്നുണ്ട്. അതിൻ്റെ അടുക്ക് അതിൽ താഴത്തൊക്കെ കാണിച്ച് നോക്കി താന്ന് പറഞ്ഞിട്ടൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഇരിക്കുന്ന മുഖം മൂടി വെക്കുന്ന എന്താ വെച്ചാൽ താഴത്തുനിന്ന് ഞാൻ കൂക്കിടുന്നതിൻ്റെ വീഡിയോ താഴെയുള്ളവർ കുറേ ചെക്കന്മാർ ആരൊക്കെ വന്നിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മൂടി വെച്ചതാണ്, ചമ്മലായത് കാരണം. നല്ല പേടിയുണ്ട്, പക്ഷേ ആരാണെന്നുള്ളത് അറിയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. അങ്ങനെ നമ്മൾ നേരെ ഒരു അതെല്ലാം കഴിഞ്ഞു. നമ്മൾ നേരെ ഐസെല്ലാം കഴിച്ചു. ഈ കാണുന്നത് നമ്മൾ കുട്ടിക്ക് നല്ലൊരു ലൈവിൽ പോയപ്പോൾ ഒരാൾ പറഞ്ഞു പ്രാങ്ക് ചെയ്യാൻ. അതിലേക്ക് ആ പ്രാങ്ക് ചെയ്യുന്നതിൻ്റെ പണിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രാങ്ക് എല്ലാം പൊളിഞ്ഞു. അതിലേക്കല്ല പ്രാങ്ക് കൊടുക്കുന്നത്. ഒരിക്കലും ആ പ്രാങ്ക് നടക്കുന്ന എനിക്കും വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ പ്രാങ്ക് വീഡിയോ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ ഫുഡിലേക്ക് കിടന്നു. ഇന്നത്തെ സ്പെഷ്യൽ ഗീ റൈസ് ആയിരുന്നു. നമ്മൾ തന്നെ ഊറക്കൊട്ടു വയ്യ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഹാപ്പി ആയിട്ട് നമ്മൾ പോയി.